ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ വെനസ്ഡേ എത്തിയിരിക്കുന്നു, ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ട് ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ആവശ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിന്ന് ബ്യൂട്ടി വ്ളോഗിൽ നിങ്ങളെ കൂടി കാണിച്ചു തരാം, ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. മെയിനായിട്ട് ഞാനൊരു വലിയ യാത്ര എന്ന് പറയാറില്ല, 2-3 ദിവസമായിട്ട് ഞാനൊരു ഔട്ട്ഡോർ യാത്രയുമായി ബന്ധപ്പെട്ട് ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചെത്തിയത് ഇന്നലെ രാത്രിയാണ് എത്തിയത്. രാമേശ്വരം സൈഡിൽ പോയിരിക്കുകയാണ്, രാമേശ്വരം ധനുഷ്കോടി. അപ്പോൾ നമ്മുടെ ട്രാവൽ വ്ളോഗിന് വേണ്ടിയിട്ടാണ് കേട്ടോ, നമ്മുടെ സെക്കൻഡ് ചാനലിന് ഷൂട്ട് ചെയ്തിട്ട് വന്നു. അപ്പോൾ നല്ല വെയിലായിരുന്നു. നല്ല വെയിലെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം അവിടെയുള്ള എല്ലാ വെയിലും ഞാൻ നന്നായിട്ട് ഏറ്റുവാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വെയിൽ നമുക്ക് ആവശ്യമാണ്, വൈറ്റമിൻ ഡി ഒക്കെ ധാരാളം കിട്ടി. പക്ഷേ അതിൽ കൂടുതലായിട്ടുള്ളൊരു വെയിൽ എനിക്ക് കിട്ടിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നന്നായിട്ട് ടാൻ ആയിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഡ്രസ്സ് ഇങ്ങനെ നമ്മൾ ബ്ലൗസ് ഇട്ടിരുന്നല്ലോ, അപ്പോൾ സാരി ബ്ലൗസിൻ്റെ ഈ പോർഷൻ നോക്കുമ്പോൾ ഇവിടുത്തെ കളറല്ല ഇവിടുത്തെ കളർ, ഭയങ്കര വ്യത്യാസം ഉണ്ടാകും. ഇത് നമുക്ക് ശരിക്കും കുളിക്കാൻ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബ്ലൗസ് ഇട്ടിരുന്ന ഭാഗമെല്ലാം കളറ് വേറെ കളറായിരിക്കും, ബ്ലൗസ് ഇല്ലാണ്ട് എക്സ്പോസ്ഡ് ആയിട്ടിരുന്ന ഭാഗത്തെല്ലാം കുറച്ചുകൂടി ഡാർക്കർ ഷെയ്ഡായിരിക്കും. അതാണ് ടാൻ എന്ന് പറയുന്നത്, സൺ ടാൻ. അപ്പോൾ സ്വാഭാവികമായും മുഖത്തുമൊക്കെ ടാൻ ആയിട്ടുണ്ട്, അപ്പോൾ ഒരു ഡള്ളായിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ എന്താ വേണ്ടത്, ആ ടാനൊക്കെ മാറ്റിയിട്ട് ഒരു വൈറ്റനിങ് ആയിട്ടുള്ള ഒരു ക്രീം പുരട്ടണം. അപ്പോൾ ടാൻ മാറ്റുമ്പോൾ തന്നെ സ്കിന്നിൻ്റെ പഴയ രൂപം കിട്ടും, പഴയ കളറ് ഏതാണ്ട് കിട്ടും. അപ്പോൾ ടാൻ റിമൂവൽ വൈറ്റനിങ് ക്രീമാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോണേ. ആ ഒരു ക്രീം ഉണ്ടാക്കി നമ്മൾ മുഖത്തൊരു പാക്ക് പോലെ ഇടുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഇടാൻ തീരുമാനിച്ച ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടത് ബ്യൂട്ടി വ്ളോഗ് ആക്കിക്കൂടാ, അപ്പോൾ നിങ്ങൾക്കും അത് ആവശ്യമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ സബ്ജക്റ്റ് അതായി മാറി. അപ്പോൾ തുടങ്ങാം അല്ലേ. അപ്പോൾ ഇതൊരു നല്ലൊരു പാക്കാണ്, നല്ലൊരു ക്രീമാണ്, വൈറ്റനിങ് ക്രീം എന്ന് തന്നെ നമുക്ക് പറയാം. ദാറ്റ് ഈസ് ടാൻ റിമൂവൽ വൈറ്റനിങ് ക്രീം. പ്രധാനമായിട്ട് ചേർക്കുന്ന കാര്യങ്ങൾ ഒന്ന് ലിക്വറൈസ് പൗഡർ തന്നെയാണ്. ലിക്വറൈസ് പൗഡർ എൻ്റെ ഫേവററ്റാണ്. കാര്യം അത് അതിമധുരം അല്ലെങ്കിൽ ഇരട്ടി മധുരം എന്നൊക്കെ പറയുന്ന കാര്യമാണ്. അത് നമ്മളുടെ മുഖത്തുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ, കറുത്ത പാടുകൾ ഒക്കെ മാറ്റും, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഫെയ്ഡ് ചെയ്ത് കൊണ്ടുവരും. അതിനോടൊപ്പം ചേർക്കുന്നത് 2 പ്രധാന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഒരു എന്താ പറയുക ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ഉള്ള കാര്യമാണ്. ദാറ്റ് ഈസ് ലെമൺ പീൽ പൗഡർ. ലെമൺ ജ്യൂസ് അറിയാലോ, അതിനകത്ത് കുറച്ച് ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ അതിനകത്തുള്ള കുറേ കാര്യങ്ങൾ ലെമണിൻ്റെ തൊലി, നാരങ്ങയുടെ തൊലിയിലുമുണ്ട്. അപ്പോൾ നാരങ്ങയുടെ തൊലിയിൽ നിന്നുണ്ടാക്കുന്ന പൗഡറാണ് ലെമൺ പീൽ പൗഡർ. അത് വാങ്ങാൻ കിട്ടും, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങയുടെ തൊലി എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിന് മുറിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ലെമൺ പീൽ പൗഡർ ആകും. ഈ 2 കാര്യങ്ങൾ വേണം. അതോടൊപ്പം എൻ്റെ ഫേവററ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈരാണ്. തൈരും വൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്, ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. ലെമൺ പീലിൽ 2 കാര്യങ്ങളാണ്. ഒന്ന് സിട്രിക് ആസിഡ് ആൻഡ് ഫൈറ്റിക് ആസിഡ്. ഈ 2 കാര്യങ്ങളും പ്രധാനമാണ്. അപ്പോൾ സിട്രിക് ആസിഡും ഫൈറ്റിക് ആസിഡും ചെയ്യുന്ന പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും, മുഖത്ത് സ്കിന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്യും, പിന്നെ ബ്രൈറ്റൻ ചെയ്യും, സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യും. പിന്നെ ക്ലെൻസിങ്, ബ്രൈറ്റനിങ്, പിന്നെ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ചെയ്യും, ന്യൂ സ്കിൻ സെൽസ് വരാനായിട്ട് പ്രോത്സാഹിപ്പിക്കും, പ്രൊമോട്ട് ചെയ്യും, അങ്ങനെയുള്ള കുറേ കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആ വൈറ്റനിങ് പ്രോസസ്സ് അവിടെ നടക്കുന്നത്. പിന്നെ തൈരിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ട്, അതും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ലിക്വറൈസ് പൗഡറും, അതിനും വൈറ്റനിങ് പ്രോപ്പർട്ടീസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തുടങ്ങാം അല്ലേ. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇപ്പോൾ ഇത് പൊടി ലിക്വറൈസ് പൗഡറൊക്കെ ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് കേട്ടോ, ബോട്ടിലാക്കിയിട്ട്. അപ്പോൾ കുറച്ച് ലൈഫ് കൂടുതൽ കിട്ടും. കുറച്ച് ഒരു ടീസ്പൂൺ എടുക്കുന്നു ലിക്വറൈസ്. ഇനി ലെമൺ പീൽ പൗഡർ. കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നു, പക്ഷേ 2 അതും 1 ടീസ്പൂൺ നിറച്ചെടുത്തു. 2 പ്രധാന കാര്യമായി. ഇനി വേണ്ടത് തൈരാണ്. തൈര് ആവശ്യാനുസരണം, അതിനൊരു കണക്കൊന്നും വയ്ക്കുന്നില്ല. ഇച്ചിരി പുളിച്ച തൈരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തു, ചിലപ്പോൾ കുറച്ചുകൂടി വേണ്ടി വരും, നോക്കാം. ഒരു ക്രീമി ആയിട്ട് ആക്കിയെടുക്കണം, അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ നല്ലൊരു ക്രീം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിപ്പോൾ ഓയിലി സ്കിന്നുകാർക്കാണെങ്കിലും ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇത് കുഴപ്പമില്ല, ഈ തൈര് ഓക്കെയാണ്. ഇനി തൈര് പ്രശ്നമുള്ള ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ പാല് ചേർത്താൽ മതി, അതല്ലെങ്കിൽ പ്ലെയിൻ വാട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല. തൈരും പാലും ഒന്നും പറ്റാത്ത ആൾക്കാർക്ക് പനിനീരുണ്ടല്ലോ, റോസ് വാട്ടർ അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടർ, ഇതിലേത് മാധ്യമം വേണമെങ്കിലും ഉപയോഗിക്കും. മിക്സിങ്
പിന്നെ വേണമെങ്കിൽ അലോവേറ, പിന്നെ അലർജി അതായത് സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് അലോവേറ ജെല്ലും കൂടി വേണമെങ്കിലും ചേർക്കാം. സംഭവം റെഡി. ഇനി മുഖത്ത് പുരട്ടിയാൽ മാത്രം മതി. ലെമൺ പീലിന് മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. നാച്ചുറൽ ഹൈഡ്രേഷൻ സ്കിന്നിന് തരും. നാച്ചുറലായിട്ടുള്ളൊരു ഹൈഡ്രേഷൻ. അപ്പോൾ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. ഒരു എന്താ പറയുക, ഭയങ്കര ഡ്രൈ ഔട്ട് ആകില്ല, ഹൈഡ്രേറ്റഡ് ആയിരിക്കും. മുടി ഒതുക്കി. ഓക്കെ, ഹെഡ് ബാൻഡ് ഞാൻ എടുത്തുകൊണ്ട് വന്നില്ല, അത് കാരണം ഇടുന്നില്ല. തൽക്കാലം അല്ലാണ്ട് ചെയ്യും. ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് എടുത്തിട്ടുണ്ട്. ആ ഒരു കൺസിസ്റ്റൻസി നന്നായിട്ട് കണ്ണിൻ്റെ അടിഭാഗത്തൊക്കെ ഇടാം. അങ്ങനെ എൻ്റെ ടാനെല്ലാം ഇപ്പോൾ മാറാൻ പോവുകയാണ്. അത്യാവശ്യം നല്ല തിക്കായിട്ടൊരു കോട്ടിങ് തന്നെ ഇട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഉണങ്ങട്ടെ. ഉണങ്ങിയിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണാം. എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് നോക്കാം. ഓക്കെ, ഏതാണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഈ ഭാഗമൊക്കെ ഇച്ചിരി അത്ര കുറച്ച് ഡ്രൈ ആണ് എങ്കിലും ഒന്ന് വെറ്റാക്കിയിട്ട് ഉണങ്ങിയതെല്ലാം ഒന്ന് കുതിരട്ടെ. ഓഹോ, അതെ, വിസിബിളായിട്ട് അറിയാം. ആഹാ, എക്സലൻറ്റ് റിസൾട്ട്. എൻ്റെ ടാൻ എല്ലാം മാറി. ഈ വൈറ്റനിങ്, ടാൻ റിമൂവിങ് വൈറ്റനിങ് ക്രീം വെച്ചിട്ടുള്ള പാക്ക്. വെള്ളം കലങ്ങിയ വെള്ളത്തിലാണ് ഇപ്പോൾ കൈയിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് മാറ്റാം. ഇനി വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, എൻ്റെ അടുത്ത് തന്നെ വെച്ചിരിക്കുക. ഞാൻ എപ്പോഴും ഫ്രഷ് വെള്ളം 2 പാത്രത്തിലാണ് കൊണ്ടുവരാം. See the result. എൻ്റെ ടാൻ എല്ലാം മാറി. പ്രതീക്ഷിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നിരിക്കുകയാണ്. ഇത് ആക്ച്വലി കഴുത്തിലൊക്കെ ഇടുന്നതാണ്. എൻ്റെ ടാനായ ഭാഗങ്ങളിലെല്ലാം തന്നെ ഇടണം, കയ്യിലെല്ലാം ഇടുകയാണ് വേണ്ടത്. ഇത് കുറച്ചതേ നോക്കി കുറച്ചേ ആവശ്യമുണ്ടായിരുന്നു, കുറേ ബാക്കിയുണ്ട്. എങ്കിലും കൈക്കൊന്നും തികയില്ല. കുറച്ചുകൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ 2 കയ്യിൽ ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ബാക്കി വരുന്നത് മുഖത്ത് മാത്രമായിട്ട് ഇടാനാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ 2-3 ഡേയ്സും കൂടി ഉപയോഗിക്കാം. നന്നായിട്ട് ക്ലോസ് ചെയ്ത് വയ്ക്കണം, അതിൻ്റെ മോയ്സ്ചർ നഷ്ടപ്പെടാണ്ട്. ഇനി അഥവാ കുറച്ച് ഡ്രൈ ആയി പോകണമെങ്കിൽ ഇച്ചിരി തൈലവും കൂടി ഒഴിച്ചാൽ അല്ലെങ്കിൽ ഇച്ചിരി പാലും കൂടി ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി, ഒന്നുകൂടി ലൂസാക്കാം. പക്ഷെ 2-3 ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, എൻ്റെ ടാനൊക്കെ മാറിയില്ലേ? കുറച്ചുകൂടെ ബ്രൈറ്റ് ആയില്ലേ എൻ്റെ സ്കിന്ന്? കുറച്ചുകൂടി. ഞാൻ ഫെയർ സ്കിൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു വ്യത്യാസം തോന്നുന്നില്ലായിരിക്കാം ഒരു പക്ഷേ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം എൻ്റെ ആ ഫെയർ സ്കിൻ ആണെങ്കിൽ അതിൽ ടാൻ വന്നു കഴിയുമ്പോൾ നാച്ചുറലി എനിക്ക് കുറച്ചൊരു മങ്ങൽ ഉണ്ടാവും, ഒരു ഡൾ ഫീലിങ്, ഡൾ കളർ, കുറച്ചുകൂടെ നിറം ഒന്ന് മങ്ങി ഡള്ളായി വരും. ആ ഒരു സ്കിന്നിനൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ ബ്രൈറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ നിറം എന്താണോ ആ ഒറിജിനൽ കളറിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ സ്കിന്നിന്, ഇങ്ങനെയുള്ള പാക്കെല്ലാം ഇടുകയാണെങ്കിൽ. ഒരുപാട് വെയിലൊക്കെ കൊണ്ട് കരുവാളിച്ച് കഴിഞ്ഞാൽ, അതുപോലെ മുഖത്ത് പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് സ്ഥിരമായിട്ട് ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഇന്നിട്ടു, ഞാനിപ്പോൾ ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. അതും ഒരു വീക്കിലി ഒരു 3 പ്രാവശ്യമെങ്കിലും ഇടുക ഈ ടൈപ്പ് ഓഫ് പാക്ക്. ഈ ഒരു പാക്ക് നല്ലതാണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ മുഖത്തെ പാടൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ, ഡാർക്ക് സ്പോട്ട്സ്, പിന്നെ പിമ്പിൾ മാർക്സ്, പിന്നെ എന്താ പറയുക പിഗ്മെൻറ്റേഷൻ പോലെയുള്ള കരുവാളിപ്പ്, അതൊക്കെ മാറാൻ, ടാൻ മാറാൻ എല്ലാം നല്ലതാണ്. വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. എല്ലാ ദിവസവും ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. എവറി ഡേ വേണമെങ്കിലും ഇടാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് വിചാരിക്കുന്ന റിസൾട്ട് നമ്മുടെ സ്കിന്നിനായി കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്നില്ല. പിന്നെ ലിക്വറൈസ് പൗഡർ മാത്രം ഇട്ടാൽ മതി, ലെമൺ പീൽ ഇടണമെന്നില്ല. ലെമൺ പീൽ പൗഡർ അങ്ങനെ എല്ലാ ദിവസവും ഇടണമെന്നില്ല. നമുക്ക് ആവശ്യത്തിന്, എനിക്ക് തോന്നുന്നു ഒരു 2-3-4 പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് ഒരാഴ്ചയിൽ ഒരു 4 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് പിന്നെ നല്ല റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ടായിരിക്കും. പിന്നെ 2-3 പ്രാവശ്യം കൂടി ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ലെമൺ പീലിനെ മാറ്റാം. പിന്നെ നമുക്ക് ലിക്വറൈസ് പൗഡറും തൈരും മാത്രം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇട്ടാൽ മതി.
എല്ലാം കൂടി വേണ്ട. ഓക്കെ, എങ്ങനെയുണ്ട് മൈ ഫേസ്? ഹൗ ഇസ് ഇറ്റ്? നീറ്റല്ലേ? വളരെ സന്തോഷം തോന്നുന്നു. എന്താ, യാ, കംപ്ലീറ്റ് കഴുകിയെടുത്തു. ഇനി ഒന്ന് തുടച്ചാൽ മാത്രം മതി. അപ്പോൾ കംപ്ലീറ്റ് ആയി കഴിയും. അപ്പോൾ നിങ്ങളിടുമ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് ഇവിടം വരെ ഇടുക. പറ്റുന്ന പോലെയൊക്കെ നമുക്ക് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്ന ഭാഗത്തെല്ലാം ഇടാൻ പറ്റിയ കാര്യമാണ്. വെള്ളം ഇങ്ങനെ ഒപ്പിയെടുത്താൽ മതി. നീറ്റ് ആൻഡ് ക്ലീൻ. ആഹാ, വളരെ വളരെ സന്തോഷം. ഇപ്പോൾ മനസ്സിലായില്ലേ ഈ ഒരു പാക്കിൻ്റെ ഈ ഒരു വൈറ്റനിങ് ടാൻ റിമൂവൽ ക്രീമിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾ ലൈവായിട്ട് കണ്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പല സ്കിന്നും പല രീതിയാണ്. എനിക്ക് പ്രത്യേകിച്ച് അലർജി ഒന്നും വരാത്തൊരു സ്കിന്നാണ്, നോർമൽ സ്കിന്നാണ്. പിന്നെ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുള്ളവരുണ്ടാകാം, അലർജിക് ആയിട്ടുള്ളവരുണ്ടാകാം. അങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏതൊരു പുതിയ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്യണം. പാച്ച് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്ത് കുറച്ച് പുരട്ടി കൊടുക്കുക. എന്നിട്ട് 24 hours വെയിറ്റ് ചെയ്യുക. ഇന്ന് പുരട്ടിയിട്ട് നാളെ രാവിലെ വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ രാത്രി പുരട്ടി കിടന്നാൽ രാവിലെ ആയാലും 24 hours വേണം, 12 hours ആയാലും മതി. രാവിലെ നോക്കുക, ഒരു കുഴപ്പമില്ല. ഇച്ചിങ്ങോ ബേണിങ് സെൻസേഷനോ ഒന്നും ഇല്ലെങ്കിലും ഒരു ചെറിയൊരു നീറ്റിലൊക്കെ ചിലപ്പോൾ അനുഭവപ്പെടും. നമ്മൾ മുഖത്തിടുമ്പോൾ ലെമൺ പീൽ പൗഡറൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സിട്രസ് നേച്ചർ കൊണ്ട് അതൊക്കെ ഉണ്ടാകും. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. പക്ഷേ എങ്ങനെയാണെങ്കിലും ഈ ഭാഗത്ത് ഇട്ട് നോക്കുക. ഓക്കെ, ചെവിയുടെ ബാക്കിൽ ഇങ്ങനെ വരുന്നൊരു ഭാഗം, അതിലൊരു കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ, ഒരു റെഡ്നെസ്സോ ബേണിങ്ങോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസിൻ്റെ ബാക്കി ഭാഗത്തെല്ലാം ഇടാൻ സാധിക്കും. അപ്പം നോക്കുക, എല്ലാവർക്കും പലർക്കും പല ടൈപ്പ് ഓഫ് സ്കിൻ. എന്നാലും ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഏതാണ്ട് ഒരു 75 to 80% ഓഫ് ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഓക്കെ, എന്നിട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഒരു മോയ്സ്ചറൈസർ ഇടണം. കാരണം ഇത് ലെമൺ പീൽ പൗഡറാണ്. ഇപ്പോൾ ലെമൺ ജ്യൂസ്, ലെമൺ പീൽ പൗഡറൊക്കെ ഒരു പക്ഷേ ചിലർക്കെങ്കിലും, ഇപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്ക് വളരെ നല്ലതാണ്. ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ ചിലപ്പോൾ കുറച്ചൊരു ഡ്രൈനെസ് ഫീൽ ചെയ്യും. പക്ഷേ തൈരൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എങ്കിലും ലെമൺ പീൽ പൗഡർ നമുക്ക് എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യവും കൂടിയാണ്. എന്നാലും സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കും. നല്ല എന്താ പറയുക, സോഫ്റ്റ് സപ്പിൾ, ഒരു പ്ലം ടപ്പായിട്ടിരിക്കും നല്ലതായിട്ട്. എങ്കിലും നമ്മളൊരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓയിൽ, ചെറിയൊരു ഇപ്പോൾ ആൽമണ്ട് ഓയിൽ, സ്വീറ്റ് ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക ക്രീമോ അല്ലെങ്കിൽ നെയ്യോ ഗീയോ, ഞാനതൊക്കെ തേക്കുന്ന ആളാണ് മുഖത്ത്. അതെന്തെങ്കിലും തേക്കുക. അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ, ഒന്നും അല്ലെങ്കിൽ അലോവേറ ജെൽ. പിന്നെ ഒരു ടോണർ വേണമെങ്കിലാകാം, റോസ് വാട്ടർ കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് ഒരു മോയ്സ്ചറൈസർ ഓർ എനി ടൈപ്പ് ഓഫ് നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളൊരു ഓയിൽ കൊണ്ടൊരു ചെറിയൊരു മസാജും കൂടി കൊടുക്കും. എൻ്റെ കയ്യിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, പ്രാവശ്യം സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് പുരട്ടുന്നത്. കുറച്ച് പേരിന് വേണ്ടി മതി കേട്ടോ, ഒരുപാട് ഓയിലി ആക്കാനൊന്നും പ്ലാനില്ല. അല്ലെങ്കിൽ മോയ്സ്ചറൈസർ, അത്രേ ഉദ്ദേശിക്കണുള്ളൂ. എന്തായാലും കുഴപ്പമില്ല, മോയ്സ്ചറൈസറും വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് കണ്ണിൻ്റെ അടിഭാഗമൊക്കെ വളരെ തിൻ സ്കിന്നാണ്. ആ ഭാഗമൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ മോയ്സ്ചറൈസ്ഡായിട്ട് വെക്കണം. റിങ്കിൾസൊക്കെ വരുന്ന ഏറ്റവും പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്ന ഭാഗമാണ് കണ്ണിൻ്റെ അടിഭാഗമൊക്കെ. ഇതിപ്പോൾ ഞാൻ സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് പുരട്ടിയിരിക്കുന്നത്. പക്ഷെ അറിയില്ല, പെട്ടെന്ന് തന്നെ സ്കിൻ അത് അബ്സോർബ് ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു മോയ്സ്ചറൈസർ. ഞാൻ ഒരുപാട് മോയ്സ്ചറൈസേഴ്സിനെ കുറിച്ച് ഒരുപാട് പ്രോഡക്റ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് നല്ല കമ്പനീസിൻ്റെ പ്രോഡക്റ്റ്സ്, അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ല നല്ല കുറേ പ്രോഡക്റ്റ്സ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഏതെങ്കിലും ഉപയോഗിക്കാം. അതല്ലെങ്കിൽ അലോവേറ ജെൽ പുരട്ടാം. ഫേസ് നന്നായില്ലേ, നീറ്റ്. ഓക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓയിലി ആയിട്ടൊന്നുമല്ല ഇരിക്കുന്നത്. കറക്റ്റ് ആവശ്യത്തിന് നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള മോയ്സ്ചർ നമ്മൾ കൊടുക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് തരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. ഓക്കെ, അപ്പോൾ റിസൾട്ടൊക്കെ നിങ്ങൾ കണ്ടാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. സന്തോഷം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.